എല്ലാം അയ്യപ്പൻ, എല്ലാവർക്കും പൊരുൾ അയ്യപ്പൻ എന്നാണ് ഭക്തരുടെ പ്രാർത്ഥന. സങ്കടപ്പെട്ട് വിളിച്ചാൽ വിളി കേൾക്കുന്ന കലിയുഗ വരദൻ എന്നാണ് അവരുടെ വിശ്വാസം. ആ ശബരിമലയിൽ കോടതി അനുമതിയില്ലാതെ സ്വർണം പൂശാനെന്ന പേരിൽ ആ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത് ശരിക്കും ഒരു നിമിത്തമാണ്. വിശ്വാസികൾ പറയും അത് ദൈവത്തിന്റെ കൈയാണ്, അയ്യപ്പന്റെ ഇടപെടലാണ്. ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയും പോലെ കോടതിക്കുണ്ടായ ചില സംശയങ്ങൾ കൊള്ളയുടെയും ക്രമക്കേടുകളുടെയും ഒരു പണ്ടോരപ്പെട്ടി തുറക്കലാണ്. കേരളത്തിലെയും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ മാത്രമല്ല, അങ്ങേയറ്റം ഗാഠമായി ആ മൂർത്തിയെ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആഗോള ഭക്തരുടെ ഭക്തി വിറ്റ ഒരു കള്ളക്കച്ചവടം, ഒരു പങ്ക് കച്ചവടം സന്നിധാനത്ത് നടക്കുന്നുണ്ടോ എന്നാണ് സംശയം. ചോദ്യങ്ങൾ ഇതാണ്: ആ 98-ൽ UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ കൊടുത്ത 30.3 കിലോ തങ്കം മോഷ്ടിക്കപ്പെട്ടിട്ടില്ലെന്നും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്നും ആർക്കാണ് ഉറപ്പ്? എന്താണ് രേഖ? 99-ൽ തന്നെ അവിടെ സ്വർണം പൊതിഞ്ഞതാണെന്ന് പലയാവർത്തി പല രൂപങ്ങളിൽ വ്യക്തമായത് 2019-ലേക്ക് എത്തിയപ്പോഴേക്കും ആ സ്വർണം ചെമ്പായത് എങ്ങനെയാണ്? ഉണ്ണികൃഷ്ണൻ പോലൊരു ഉടായ്പ് എന്നാണ് മറുപടിയെങ്കിൽ 2019-ൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിലും സ്വർണം എന്ന മിണ്ടാട്ടമില്ല, ചെമ്പ് മാത്രമേ ഉള്ളൂ. എന്തിനാണ് ദേവസ്വം ബോർഡ് ഉത്തരവിലും മഹസറിലും ആ സ്വർണം ചെമ്പാക്കിയത്? കൊണ്ടുപോയ ദ്വാരപാലകരെ മാസമൊന്നായിട്ടും കാണുന്നില്ലെങ്കിൽ എവിടെയാണോ പോറ്റി താൻ കൊണ്ടുപോയ സ്വർണ്ണപ്പാളി എന്നൊരു സ്വാഭാവിക ചോദ്യം ഉണ്ടാവണ്ടേ? ആരും ചോദിക്കാഞ്ഞത് എന്താണ്? 42 കിലോയിൽ നിന്ന് 38 കിലോ ആയി 4 കിലോ കുറഞ്ഞ് ചെന്നൈയിൽ നിന്ന് മടങ്ങിയെത്തിയ പാളികൾ തിരികെ സ്ഥാപിക്കപ്പെടും മുൻപ് ആ തൂക്കക്കുറവ് രേഖപ്പെടുത്താത്തത് എന്താണ്? ആ കുറവ് അന്വേഷിക്കണമെന്ന ബോധ്യം ദേവസ്വം ബോർഡിന് ഉണ്ടാവാഞ്ഞത് എന്താണ്? 6 വർഷങ്ങൾക്കിപ്പുറം കോടതി പറയുമ്പോൾ മാത്രം നമ്മൾ അറിഞ്ഞ കള്ളക്കളി ഈ വർഷം അത്രയും പൂഴ്ത്തിവെക്കപ്പെട്ടെങ്കിൽ പോറ്റി മാത്രമാണോ സംശയത്തിൽ? ശരി, 2019-ൽ ആ ക്രമക്കേട് സംഭവിച്ചു, പോറ്റിയാണ് കാരണക്കാരനെങ്കിൽ ദേവസ്വം ബോർഡിന് അറിയാമെങ്കിൽ കൈപ്പാടകൾ നിർത്തേണ്ട ആ സംശയ പോറ്റി 2025-ലും സന്നിധാനത്ത് കാലുകുത്തിയത്, അറ്റകുറ്റപ്പണിക്ക് അവതരിച്ചത് ആരുടെ പിന്തുണയിലാണ്? എല്ലാം പോറ്റി എന്ന കുറ്റച്ചാർത്തും പോറ്റി കേന്ദ്രീകൃത അന്വേഷണവും അയ്യപ്പ സംഗമം തകർക്കാനുള്ള ഗൂഢാലോചന എന്ന രാഷ്ട്രീയ കുയുക്തിയും നാലായി മടക്കി കയ്യിൽ വെക്കണം. ദേവസ്വം ബോർഡും സർക്കാരും പറയണം, കേരളത്തിന് അറിയണം, അയ്യപ്പനെയും ശബരിമലയെയും വിറ്റ് പുട്ടടിക്കുന്ന അമ്പലം വിഴുങ്ങി പെരുങ്കള്ളം കൂട്ടത്തിന്റെ കട്ടുമുടുക്കലിൽ ആരൊക്കെയുണ്ട്? സ്പോൺസർ വേഷധാരിയെ അവതരിച്ച ശ്രീമാൻ ഉണ്ണികൃഷ്ണന്റെ യഥാർത്ഥ സ്പോൺസർ ആരാണ്? അയാൾ ആരുടെ ബനാമി?